അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ പറഞ്ഞേക്കാം, ഞങ്ങൾ 3 പേരും ഇനി മുഷാവറയിലേക്കില്ല. ആ പഞ്ചായത്തും വേണ്ട, ആ പഞ്ചായത്തിലെ വോട്ടും വേണ്ട. മുസ്തഫ ഫൈസിയെ സംബന്ധിച്ചിടത്തോളം 1980കളിൽ അദ്ദേഹത്തിൻ്റെ പത്രാധിപത്യത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്ന അൽ മുബാറക് വാരിക സുന്നി ആശയങ്ങളെ നെഞ്ചേറ്റിയ ഏതൊരു പ്രവർത്തകന്റെയും ആവേശമായിരുന്നു. ഓരോ ലക്കം അൽ മുബാറക് വാരികയും കിട്ടുന്നതിന് വേണ്ടി, തപാലിൽ വരുന്നതിന് വേണ്ടി പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കും. അങ്ങനെ അൽ മുബാറക് വാരിക കയ്യിൽ കിട്ടി അത് വായിച്ചു കഴിഞ്ഞാൽ ഒരു ടോണിക്ക് കഴിച്ചതുപോലെ അതിൽ നിന്ന് കിട്ടുന്ന ഊർജം, ശക്തി, ആളുകളുമായി സംവദിക്കാൻ, സുന്നത്തെ ജമാഅത്തിന്റെ ആശയങ്ങൾ പറയാൻ കിട്ടുന്ന ആ ഒരു വീര്യം, അത് വളരെ അനിർവചനീയമായിരുന്നു. ഇന്ന് AP സുന്നിസം അല്ലെങ്കിൽ കാന്തപുരം സുന്നിസം എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ കർക്കശ സുന്നി വാദത്തിന് ബീജാവാപം നൽകിയത് ബഹുമാനപ്പെട്ട മുസ്തഫൽ ഫൈസിയും റഹ്മാൻ ഫൈസിയും അബ്ദു മുസ്ലിയാരും ഉൾക്കൊള്ളുന്ന ആ ഒരു പണ്ഡിത ത്രയങ്ങളായിരുന്നു. സുന്നത്തെ ജമാഅത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും തിളങ്ങുന്ന ഒരു കാലഘട്ടമാണ്, ഒരു ഏടാണ് അത്. ഇന്നത്തെ തലമുറയ്ക്ക് പലർക്കും അത് അറിയില്ല. കൊട്ടപ്പുറം സംവാദമൊക്കെ നമ്മളൊക്കെ വായിച്ചറിഞ്ഞത് AP ഉസ്താദിന്റെ വളരെ വീരോജ്വലമായ ആ പെർഫോമൻസ് ഒക്കെ നമ്മൾ അന്ന് TV-യോ അല്ലെങ്കിൽ അതുപോലുള്ള ദൃശ്യമാധ്യമങ്ങളോ ഇല്ലല്ലോ. നമ്മൾ വായിച്ച് കോൾമേർ കൊണ്ടത്, ആവേശം കൊണ്ടത് അൽ മുബാറക് വാരികയിലൂടെയാണ്. എന്നാൽ ഈ ആശയങ്ങൾ, സുന്നി കർക്കശ ആശയങ്ങൾക്ക് കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ വ്യവസ്ഥാപിതവും വളരെ വിപുലവുമായ തരത്തിലുള്ള ഒരു സംഘടിത സ്വഭാവം കൈവന്നപ്പോൾ, ഒരു ആവിഷ്കാരം കൈവന്നപ്പോൾ അതിൻ്റെ ഭാഗമാകാൻ ഈ മുസ്തഫ ഫൈസി ഉണ്ടായിരുന്നില്ല. ഇന്ന് നമ്മൾ കാണുന്ന കാന്തപുരം സുന്നി പ്രസ്ഥാനം അല്ലെ AP സുന്നി പ്രസ്ഥാനം എന്ന് പറയുന്നത് പല ആളുകളും ആക്ഷേപിക്കുന്നു, അതൊരു കോർപ്പറേറ്റ് നിലവാരത്തിലേക്ക് ഒക്കെ വളർന്നിട്ടുണ്ട്. അത് ഒരു സംഘടന എന്നതിനപ്പുറം അത് ഒരേ സമയത്ത് തന്നെ വലിയ ഒരു പ്രസ്ഥാനവും വലിയ ഒരു സ്ഥാപനവും ഒക്കെ തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഗുണഭോക്താവാകാൻ അല്ലെങ്കിൽ താൻ നട്ടുവളർത്തിയ ആ ആശയ മരം ഫലദായകമായി തീർന്നപ്പോൾ അതിൽ നിന്ന് പറിച്ച് ഭുജിക്കാൻ മുസ്തഫ ഫൈസി ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിൻ്റെയൊക്കെ പരിണാമ ഘട്ടങ്ങൾ, പരിണാമ ഗുപ്തികൾ, അത് ഒരുപാട് വിശദീകരിക്കാനുണ്ട്, അതിലേക്ക് പോകുന്നില്ല. ഈ ഫൈസി എന്ന് പേരുള്ള ആളുകൾ അലിഫിലാമ് ചേർത്ത്, അതായത് മുസ്തഫൽ ഫൈസി, ആ ഒരു രീതിയിലൊക്കെ പറയാൻ തുടങ്ങിയത് മുസ്തഫ ഫൈസിയോട് കൂടിയാണ്. ആ കൂട്ടത്തിൽ നമ്മുടെ പരിചയക്കാരനായ ഒരു ഹംസ ഫൈസി, മൂപ്പരെയും ഹംസൽ ഫൈസി എന്ന് എഴുതി. അപ്പൊ അവിടെ പ്രശ്നങ്ങൾ വന്നു. കാരണം ഹംസ എന്നുള്ള പേര് എഴുതുമ്പോൾ ഹാ, മീമ്, ഹാ, പിന്നെ ഹാത്ത ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ പറയുവാണെങ്കിൽ തന്നെ ഹംസത്തുൽ ഫൈസി എന്ന് പറയണ്ടേ എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ മൂപ്പരും അത് പിന്നെ പൊല്ലാപ്പ് വേണ്ടെന്ന് വെച്ചു, ഹംസ ഫൈസി എന്ന് തന്നെ ആക്കി. അപ്പൊ ഏതായാലും അൽ മുബാറക് വാരികയിൽ ഞാനും ഒക്കെ ചെറിയ ഈ വായനക്കാരുടെ അഭിപ്രായങ്ങൾ എഴുതുന്ന ആ കോളത്തിൽ ചെറിയ കുറിപ്പുകളൊക്കെ എഴുതിയിട്ടുണ്ട് എന്നുള്ള പൊങ്ങച്ചവും കൂടി സാന്ദർഭികമായി പറഞ്ഞുകൊള്ളട്ടെ. ഏതായാലും ഈ മുസ്തഫ ഫൈസിയുടെ സമസ്ത മുഷാവറയിലേക്കുള്ള പ്രവേശനമാണല്ലോ ഇപ്പൊ ചർച്ച ചെയ്യപ്പെടുന്നത്, പുനഃപ്രവേശം. അപ്പോ തൽക്കാലം മുഷാവറയിലേക്കില്ല. ഞങ്ങൾ 3 പേരും തശാവുർ എന്ന് പറഞ്ഞ തഫാല ബാബിന് പാരസ്പര്യത്തിന്റെ അർത്ഥവും അതുപോലെ അഭിനയത്തിന്റെ അർത്ഥവും ഉണ്ട് എന്ന് ചില നെഹ്വിയങ്ങൾ പറഞ്ഞതായിട്ട് കാണുന്നു. നമ്മുടെ മൂത്തേടം കാസ്മിയെ സംബന്ധിച്ചിടത്തോളം, മൂത്തേടം റഹ്മത്തുള്ള കാസ്മിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹവും ഇതുപോലെ സുന്നത്ത് ജമാഅത്തിന് വലിയൊരു അസറ്റാണ്. മുസ്തഫ ഫൈസി അതുപോലെ മൂത്തേടം റഹ്മത്തുള്ള കാസിമി, ഇവരുടെയൊക്കെ പ്രതിഭ
ഇവരുടെയൊക്കെ ധിഷണ എന്ന് പറയുന്നത് ഒരു സംഘടനാ ചട്ടക്കൂടിൽ പരിമിതപ്പെടേണ്ടതോ ഒടുങ്ങേണ്ടതോ അല്ല. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മുസ്തഫ ഫൈസിയുടെ എഡിറ്റോറിയൽ, അൽ മുബാറക് വാരികയിലെ എഡിറ്റോറിയലിലെ ശൈലി, ആ വാചകങ്ങളുടെ ഘടന തന്നെ അത് അതുല്യമായിരുന്നു, അനിതരമായിരുന്നു. ഇതേപോലെ മൗലികമായ പാണ്ഡിത്യവും ഗവേഷണ പഠിത്തവുമുള്ള സുന്നത്തി ജമാഅത്തിന്റെ കേരളത്തിലെ 2 പണ്ഡിതന്മാരാണ് മുസ്തഫ ഫൈസിയും റഹ്മത്തുള്ള കാസിമിയും. മുസ്തഫ ഫൈസി എഴുതിയ പലിശയെ കുറിച്ചുള്ള ഗവേഷണാത്മക പുസ്തകം, ആ പുസ്തകം ഉൾക്കൊള്ളാനുള്ള ബൗദ്ധികമായ ഉയർച്ച നിർഭാഗ്യവശാൽ കേരളത്തിലെ സുന്നികൾക്ക് ഇല്ലാതിരുന്നത് കൊണ്ടാണ് ആ പുസ്തകം അകാലത്തിൽ ചരമഗതി പ്രാപിച്ചത്. അത് വലിയൊരു ചർച്ചയുടെ വാതായനം തുറക്കേണ്ടതായിരുന്നു. എന്നാൽ അതിന് സുന്നികൾക്ക് കഴിഞ്ഞില്ല. എന്നാൽ അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന ഏതെങ്കിലും അനൗദ്യോഗിക സുന്നികളെങ്കിലും ഏറ്റെടുത്ത് ആ ഗവേഷണത്തിന്, ആ കണ്ടെത്തലുകൾക്ക് പ്രചാരം കൊടുക്കേണ്ടതായിരുന്നു. അതുപോലെ റഹ്മത്തുള്ള കാസിമിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹവും EK സമസ്തയിലോ AP സമസ്തയിലോ ഒതുങ്ങേണ്ട ഒരാളല്ല. അദ്ദേഹത്തിന്റെ ഓരോ വാചകങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും മൗലികതയുണ്ട്, ഗവേഷണാത്മകമായ സ്വഭാവമുണ്ട്. അത് അതിന്റെ ബൗദ്ധികവും ദാർശനികവുമായ തലത്തിൽ വായിച്ചെടുക്കാൻ, കേൾക്കാൻ, ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകളാണ് ചിലപ്പോ അദ്ദേഹത്തെയും എന്നെയും ഒക്കെ ഒരു പ്രത്യേക കാറ്റഗറിയിൽപ്പെടുത്തി ഞങ്ങൾക്ക് ഇലാജ്, മുആലജത്ത്, ദവാ നിർദ്ദേശിക്കുന്നു. അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുസ്തഫ ഫൈസി 80കളിൽ പ്രസിദ്ധീകരിച്ചിരുന്ന അൽ മുബാറക് വാരിക, അത് ബൈൻഡ് ചെയ്ത് ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ എടുത്തു നോക്കണം. ജാമൂസുകളുടെ ജില്ല എന്ന പേരിൽ ഒരു എഡിറ്റോറിയൽ ആ കാലത്ത് വന്നിട്ടുണ്ട്. ആ ജാമൂസുകൾ എന്താണ്, അത് ഏത് ജില്ലയാണ്, അതിലടങ്ങിയിട്ടുള്ള ഇസ്തിയാറത്ത് എന്താണ്, അതിന്റെ ബലാഗത്ത് എന്താണ്, അതിന്റെ തശ്ബീഹിന്റെ വജ്ഹ് എന്താണ്, അതിലെ മുശബ്ബഹ് ഏതാണ്, മുശബ്ബഹ് ബിഹി ഏതാണ്, വജ്ഹു തശ്ബീഹ് എന്താണ് എന്ന് ശരിക്ക് ഗവേഷണം നടത്തിയാൽ അറബി സാഹിത്യവും മലയാള സാഹിത്യവും ഒരേ സമയത്ത് തന്നെ പ്രഫുല്ലമായി തീരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ വലിയ ലീഗ് വിരുദ്ധനായിരുന്ന ഒരു പണ്ഡിതൻ പെട്ടെന്നൊരു ദിവസം ലീഗിന്റെ വലിയ അനുകൂലിയായി മാറുകയും മുസ്ലിം ലീഗിന്റെ ഓഫീസുകള് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഓഫീസുകളാണ് എന്ന് പ്രസംഗിക്കുകയും ചെയ്തപ്പോൾ അതിനെക്കുറിച്ച് മുസ്തഫ ഫൈസി എഴുതിയ എഡിറ്റോറിയൽ അടിതെറ്റിയാൽ ആനയും വീഴും എന്നായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ചരിത്ര സ്മൃതികളിലേക്ക് എൻ്റെ ഓർമ്മകൾ ഇങ്ങനെ ചിറകിടിച്ച് പോവുകയാണ്. നമ്മുടെ റഹ്മത്തുള്ള കാസിമി മൂത്തേടത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു പരാതി മാത്രമേ ഉള്ളൂ. അതായത് സൗദി അറേബ്യ വഹാബിസത്തെ, അതായത് അതിനു മുമ്പ് പറയേണ്ട ഒരു കാര്യം, ഈ സമസ്ത മുഷാവറയിലേക്ക് ഈ 3 പേരും ഇല്ല എന്ന് പറയാനുള്ള മറ്റൊരു കാരണം സമസ്തയുടെ അസ്തിത്വം ഇപ്പോൾ അപ്രസക്തമായി എന്നുള്ളതാണ്. കാരണം ഇനി സമസ്തയുടെ കാര്യമില്ല. കാരണം സമസ്ത വന്നത് ഇവിടുത്തെ ബിദ്അകളെ നേരിടാൻ വേണ്ടിയിട്ടാണ്. മുജാഹിദുകള് മന്ത്രവാദം, കൂടോത്രം, ജിന്ന് സേവ, ശൈത്താൻ സേവ ഇതൊക്കെ തുടങ്ങിയതോടുകൂടി, അതായത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളെ മുജാഹിദുകള് സ്വാംശീകരിച്ചതോടുകൂടി സമസ്ത അപ്രസക്തമായി. സമസ്ത പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ സമസ്തയേക്കാൾ വാശിയോടുകൂടി മുജാഹിദുകൾ പ്രചരിപ്പിക്കുന്നു. അപ്പോൾ പിന്നെ ഇനിയിപ്പോ സമസ്തയ്ക്ക് എന്താ പ്രസക്തി? അപ്പോ സമസ്ത അപ്രസക്തമാകാനുള്ള ഒരു കാരണം അതാണ്. മറ്റൊന്ന്, ലോകാടിസ്ഥാനത്തിൽ വഹാബിസം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന, ആഗോള വഹാബി തലതൊട്ടപ്പനായിരുന്ന, ലോകമെമ്പാടും വഹാബിസം കയറ്റുമതി ചെയ്തിരുന്ന സൗദി അറേബ്യ, അൽ മംലക്കത്തുൽ അറബിയത്തു സൗദിയയുടെ ഖാദിമുൽ ഹറമൈൻ ഷരീഫൈൻ, അദ്ദേഹവും അദ്ദേഹത്തിന്റെ വലിയുൽ അഹദും കിരീടാവകാശി BNS മുഹമ്മദ് ബിൻ സൽമാൻ ഒക്കെ വഹാബിസത്തെ തള്ളിപ്പറഞ്ഞു. അപ്പൊ ലോകം മുഴുവൻ ഇപ്പോൾ ദാർശനിക തലത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് പുലർന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ കോൺഗ്രസ് പിരിച്ചുവിടണമെന്ന് ഗാന്ധിജി പറഞ്ഞതുപോലെ
വഹാബികൾ സുന്നത്ത് ജമാഅത്തിനെ പുൽകിയിരിക്കുന്ന ഈ ചരിത്ര മുഹൂർത്തത്തിൽ ഇനി സമസ്ത എന്തിനാണ് എന്നുള്ളത് മുസ്തഫ ഫൈസിയോ അല്ലെങ്കിൽ റഹ്മത്തുള്ള ഖാസിമിയോ അല്ലെങ്കിൽ ഞാനോ മാത്രമല്ല, മുഴുവൻ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കളും ആലോചിക്കേണ്ടതാണ്. അതിലെ റഹ്മത്തുള്ള ഖാസിമിക്ക് ഒരൊറ്റ പരാതി മാത്രമേ ഉള്ളൂ. ഈ സൗദി അറേബ്യയുടെ പതാക കണ്ടാൽ തീവ്രവാദം വളരും. കാരണം സൗദി അറേബ്യയുടെ പതാക തീവ്രവാദത്തെ ഉദ്ദീപിപ്പിക്കുന്ന, പ്രചോദിപ്പിക്കുന്ന തരത്തിലാണ്. സൗദി അറേബ്യയുടെ പതാകയിൽ 2 വാളുണ്ട് എന്നുള്ളതാണ് റഹ്മത്തുള്ള ഖാസിമിയെ അലട്ടുന്ന ഒരേ ഒരു ബാക്കി നിൽക്കുന്ന പ്രശ്നം. അപ്പൊ അതിന് ഒരു പരിഹാരം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് സൗദി അറേബ്യയുടെ പതാകയിലുള്ള 2 വാളുകളുടെ അടിയിൽ ഈ 2 വാളുകളും ചക്ക വെട്ടാനുള്ളതാകുന്നു എന്ന് എഴുതി വെക്കുക. അപ്പൊ അതോടുകൂടി ആ പതാക പോലും തീവ്രവാദ വിരുദ്ധതയുടെ, ഭീകരത വിരുദ്ധതയുടെ, സമാധാനത്തിന്റെ വലിയൊരു പതാകയായിട്ട് മാറും. ആ പ്രശ്നം ഒന്നുകൂടി തീരൂലേ? അതുകൊണ്ട് എൻ്റെ പൊന്നു മക്കളെ, സമസ്ത മുഷാവറയിലേക്കില്ല. നമ്മൾ ഈ തശാവുറുമായിട്ട്, തഫാല ബാബ്, മറ്റേത് ഫാല ബാബിന്റെ മസ്തറല്ലേ, ഈ തഫാല ബാബിന്റെ മസ്തറുമായിട്ട് നമ്മൾ കഴിഞ്ഞു കൂടിക്കോളാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.